മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് റിഗ്രഷൻ അനാലിസിസിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. റിഗ്രഷൻ ഇക്വേഷൻ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ആൻഡ് റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻസും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും നമുക്ക് നോക്കാം. എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് വാല്യൂ ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്ത് വെച്ചാൽ എക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വൈ വാല്യൂ വെച്ചിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രഡിക്ഷൻ ഓർ എസ്റ്റിമേഷൻസ് ആണ് അല്ലേ. അതായത് നമുക്ക് അറിയുന്ന ഒരു വാല്യൂ വെച്ചിട്ട്, അതായത് നോൺ വാല്യൂ വെച്ച് നമ്മൾ അൺനോൺ വാല്യൂവിനെ കണ്ടുപിടിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് റിഗ്രഷൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് കാണണം. നമ്മൾ എക്സ് ആണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? വൈ എന്ന ഇവിടെ എക്സ് നമുക്ക് അൺനോൺ വാല്യൂ ആയിരിക്കും, വൈ നമുക്ക് നോൺ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിയുന്ന വാല്യൂ ആയിട്ടുള്ള വൈ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ ഈ ഇക്വേഷൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുള്ള കോറിലേഷൻ്റെ പൊസിഷൻസ് ഉണ്ടല്ലോ, അതിലെ കാൾ പിയേഴ്സിൻ്റെ മെത്തേഡ്സ് ഇല്ലേ, അതിലെ ഇക്വേഷൻ നിങ്ങൾക്ക് പ്യുവർ ആണെന്നുണ്ടെങ്കിൽ, അതിലെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എക്സ് ഓൺ വൈ ആവുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പം നമുക്ക് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, എക്സ് ഓൺ വൈ അല്ലേ. അപ്പോൾ എക്സ് ഓൺ വൈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാ? എക്സ് ഓൺ വൈ ആണ്. ബിക്കോസ് എന്താ, അവിടെ എക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. പിന്നെ വരുന്നത് വൈ ഓൺ എക്സ് നമ്മളോട് വൈൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ട് വൈയുടെ വാല്യൂ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് വൈ ഓൺ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ് ഓൺ വൈ ഇക്വേഷനിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ വൈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. വൈ ഓൺ എക്സ് ആണെങ്കിൽ ആദ്യം നമ്മൾ വൈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ എക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എക്സ് ഓൺ വൈയുടെ ഇക്വേഷൻ വരുന്നത് എക്സ് മൈനസ്, ആദ്യം എക്സിൻ്റെ കാര്യങ്ങളല്ലേ, എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു നമുക്ക് എക്സ് ഓൺ വൈ അല്ലേ. അപ്പോൾ ഈ ഓൺ ഇതിലില്ലാന്ന് കരുതുക. അപ്പോൾ എന്താ? എക്സ് വൈ, എക്സിൻ്റെ വാല്യൂ നമ്മൾ വൈ വെച്ചിട്ട് കാണാനല്ലേ. അപ്പോൾ എക്സ് വൈ അല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം? ബി എക്സ് വൈ. ഓക്കെ, ബി എക്സ് വൈ ഇൻറ്റു പിന്നെ വൈ മൈനസ് വൈ ബാർ. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എക്സ് ഓൺ വൈ ആകുമ്പോൾ നമ്മൾ ആദ്യം എക്സിൻ്റെ കാര്യങ്ങൾ കൊടുക്കുക, ദെൻ വൈയുടെ കാര്യങ്ങൾ കൊടുക്കുക, ഇങ്ങനെ കേട്ടോ. ദെൻ നമ്മൾ നോക്കുന്നത് എക്സ് ബാർ ആണ്. അപ്പോൾ ഇതിൽ ഓരോന്നും നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. എക്സിൻ്റെ വൈയുടെ വാല്യൂ അവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, അത് നമ്മൾ ഇക്വേഷൻ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ വേരിയബിൾ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീനാണ് അല്ലേ. എക്സ് നമുക്ക് നൽകിയിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, ആൻഡ് ആൾസോ വൈയും നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ എക്സിൻ്റെ ടോട്ടലാണ് എന്ത് പറയുക? സിഗ്മ എക്സ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ആ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ് എക്സ് ബാർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എക്സ് വൈ എന്നിങ്ങനെ രണ്ട് വേരിയബിൾ നമുക്ക് നൽകി. എക്സിൻ്റെ വാല്യൂയിൽ 2, 3, 2 എന്നിങ്ങനെ നമുക്ക് വാല്യൂസ് നൽകിയിട്ടുണ്ട്, ആൻഡ് വൈയുടെ വാല്യൂവിൽ നൽകിയിട്ടുള്ളത് 1, 4, 3, 1 എന്ന് പറഞ്ഞിട്ട് വൈയുടെ വാല്യൂസിലും നൽകിയിട്ടുണ്ടെന്ന് കരുതാം. വൈയുടെ വാല്യൂസ് നമുക്ക് നൽകിയിട്ടുണ്ട്, ആൻഡ് ആൾസോ എക്സിൻ്റെ വാല്യൂസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ എക്സിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സിഗ്മ എക്സ് എന്ന് പറയുക. അപ്പോൾ 2 പ്ലസ് എങ്ങനെയാണ് പറയുക? 2 + 3 + 2 + 1 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര വരിക? 2 + 3 5 + 2 7 7 + 1 അല്ലേ. 7 + 1 8 എന്ന് വരും. സിഗ്മ എക്സ് നമുക്ക് 8 എന്ന് വരും. അപ്പോൾ എൻ ഇവിടെ എത്ര ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുക? എങ്ങനെയാണ്? സിഗ്മ എക്സ് ബൈ എൻ ആണ്. ആൻഡ് വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? സിഗ്മ വൈ ബൈ എൻ ആണ് അല്ലേ. അപ്പോൾ സിഗ്മ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ വാല്യൂസിൻ്റെ ടോട്ടൽ, സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വാല്യൂസിൻ്റെ ടോട്ടൽ. അപ്പോൾ സിഗ്മ എക്സിൽ വരുന്ന വാല്യൂസ് അല്ലെങ്കിൽ സിഗ്മ എക്സിൽ വരുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? 2 + 3 + 2 + 1. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 8 എന്ന് കിട്ടും. അപ്പോൾ 8 ബൈ എത്ര വാല്യൂസ് ഇതിൽ വന്നിട്ടുണ്ട്? അതിനെയാണ് എൻ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഐറ്റംസ്. ഓക്കെ, എത്ര ഐറ്റംസ് ഇതിൽ വന്നിട്ടുണ്ട്? 4. അപ്പോൾ 8/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും അല്ലേ. ഇനി അതുപോലെ തന്നെയാണ് ഇവിടെ എത്രയാണ്? 2, 4, 3, 1 അല്ലേ. അപ്പോൾ 4, 8, 10 10/4 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്ര? അതാണ് എന്ത്? വൈ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2.5 എന്ന് കിട്ടും അല്ലേ. 2.5 എന്ന് കിട്ടും. അപ്പോൾ വൈ ബാർ 2.5 ആൻഡ് എക്സ് ബാർ ഇവിടെ എത്ര കിട്ടിയേ?
ഇവിടെ എത്ര എക്സ് ബാർ കിട്ടിയേ? ഇവിടെ എക്സ് ബാർ നമുക്ക് 2 അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ എക്സ് ബാറും വൈ ബാറും കാണുക. ഇനി ഇതിൻ്റെ നടുവിൽ വരുന്നൊരു സംഭവം ഉണ്ട്, എന്താ? ബി എക്സ് വൈ അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ വൈ മൈനസ് വൈ ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. വൈയോ എക്സോ അവിടെ നിന്നോട്ടെ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ദെൻ നമുക്ക് ബി എക്സ് വൈ അല്ലേ. ബി എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എക്സ് വൈ നമുക്ക് ഇവിടെ കോറിലേഷൻ്റെ ഇക്വേഷൻ ഇവിടെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ബി എക്സ് വൈ അല്ലേ, ബി എക്സ് വൈ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ബി എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കോറിലേഷനിൽ പഠിച്ച അതേ ഇക്വേഷനാണ്. എന്ത്? എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി ഇവിടെ എല്ലാവർക്കും ഡൗട്ട് വരുന്നതാണ്, ബി എക്സ് വൈ ബി വൈ എക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആവും. ബിക്കോസ് അത് ആ കോറിലേഷൻ ഇക്വേഷനിലുള്ള അതുപോലത്തെ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ അത് കാരണം ഈ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ബോട്ടം പോർഷൻ ആയിട്ടുള്ള ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വൈ കൊടുക്കണോ എക്സ് കൊടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. സോ ബി എക്സ് വൈ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. നമ്മൾ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചാൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? വൈ വെച്ചാണ് അല്ലേ. അപ്പോൾ ഇവിടെ വൈ വെച്ചുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താ വരിക? എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇനി അങ്ങനെ തോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ഓർക്കുക, ബി എക്സ് വൈയിൽ ഇക്വേഷൻ്റെ തൊട്ടടുത്ത് വരുന്ന വൈ അല്ലേ. അപ്പോൾ ആ വൈ നമ്മൾ ഇവിടെ കൊടുക്കുന്നു അല്ലേ, മനസ്സിലായോ? ആ വൈ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇത്ര ഓർത്തെടുക്കുക, എക്സ് ഓൺ വൈയിൽ എന്താണ്? ബി എക്സ് വൈ അല്ലേ, ബി എക്സ് വൈ ആയിരിക്കും വരിക. ആ ബി എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് വരിക എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ. പിന്നെ വരുന്നത് എന്താ? എൻ ഇൻറ്റു ഇവിടെ വൈ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓർ മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടുൻ്റെ തൊട്ടടുത്തുള്ള വൈ അല്ലേ. അപ്പോൾ ആ വൈ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അതിലൊരു മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾ പറയാറുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ പറയാറുണ്ട്. സോ ഇനി വൈ ഓൺ എക്സിൻ്റെ കേസിൽ ഇത് തന്നെ വരും. വൈ ഓൺ എക്സിൻ്റെ കേസിൽ നമുക്കറിയാം വൈ ഓൺ എക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? വൈ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏത് വാല്യൂ വെച്ചിട്ട്? ആ എക്സിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മളിവിടെ വൈ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കൊടുക്കും? വൈയുടെ ഡീറ്റെയിൽസാണ് കൊടുക്കുക. വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ആണ് കൊടുക്കുക. ബിക്കോസ് എന്താ? വൈ എക്സ് അല്ലേ, വൈയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എക്സ് വെച്ചിട്ട്. സോ ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. ഇനി ബി വൈ എക്സിലാണെങ്കിലും ഡൗട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോറിലേഷൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നെ വരിക എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എന്ത് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്സ് വെച്ചിട്ടാണ് വൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഓർ മറ്റൊരു രീതി നമ്മൾ പറഞ്ഞു ഈക്വൽ ടുൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഉള്ളത് എന്താണ്? എക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ എക്സ് വാല്യൂ വെച്ചിട്ടാണ്, ആ എക്സ് വാല്യൂവിൻ്റെ സ്ക്വയറാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് നൽകിയിട്ടുണ്ട്, വൈ വൈ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആ സൈഡിൽ കൊടുക്കാം. അപ്പോൾ എക്സും വൈയും കൊടുത്തിട്ടുണ്ട്. എക്സിൽ വരുന്ന വാല്യൂസ് 2, 3, 4, 5, 6 ആൻഡ് വൈയിൽ വരുന്ന വാല്യൂസ് 3, 5, 4, 8, 9. ഓക്കെ, ഇങ്ങനെയാണ് വാല്യൂസ് വരുന്നത്. അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് വൈ ഓൺ എക്സ് ആണ്. എന്താ പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വൈ ഓൺ എക്സ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് വൈ ഓൺ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ നമ്മുടെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? ഇതാ ഈ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. വൈ ഓൺ എക്സ് മാത്രമാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈ ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം, ബി വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ് സ്ക്വയറും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, എക്സ് ഇൻറ്റു വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എക്സ് വൈയും കാൽക്കുലേറ്റ് ചെയ്യണം, എക്സ് സ്ക്വയറും കാൽക്കുലേറ്റ് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങളോട് റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈയും റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരാറുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യണം, എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം, വൈ സ്ക്വയറൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമ്മളോട് വൈ ഓൺ എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ എന്ന് എഴുതി വെക്കാം നമുക്ക് കേട്ടോ. വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? നമുക്കറിയാം വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ് വരിക. ഓക്കെ, എക്സ് മൈനസ് എക്സ് ബാർ. ഈ ഓൺ ഇങ്ങോട്ട് ഒഴിവാക്കിയ വൈ എക്സ് അല്ലേ, ആ വൈ എക്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് വൈയിൽ വരുന്ന വാല്യൂസ് 6, 15 എങ്ങനെയാണ്? 2 × 3 6, 3 × 5 15, 4 × 4 16, 5 × 8 40,
6 × 9 54. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട് വൈ സ്ക്വയർ. വൈയുടെ വാല്യൂസിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്താ പറയുക, വൈ സ്ക്വയർ എന്ന് പറയാം. വൈ സ്ക്വയറിൽ വരുന്നത് 4 ആൻഡ് 9 16 25 36 ആണ് വൈയുടെ സ്ക്വയറിൽ വരുന്നത്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യണം. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വാല്യൂസിൻ്റെ സിഗ്മ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ വാല്യൂസിൻ്റെ സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വാല്യൂസിൻ്റെ എക്സ് ഇൻറ്റു വൈയുടെ എക്സ് വൈ വാല്യൂസിൻ്റെ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ സിഗ്മ. അപ്പോൾ ഇനി നമ്മൾ എക്സിൻ്റെ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യണം. 2 + 3 + 4 + 5 + 6 = 20. ഓക്കെ, ഇവിടെ എത്രയായിരുന്നു 20. ആൻഡ് വൈയുടെ സിഗ്മ 3 + 5 + 4 + 8 + 9 = 29. and xy 6 + 15 + 16 + 40 + 54 131. okay, then again 4 + 9 + 16 + 25 + 36 = 90. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മൾ അതാത് പൊസിഷനിൽ കൊടുക്കുക. ആദ്യം നമുക്ക് ഇക്വേഷൻ പ്രകാരം y - y ബാർ = by x × x - x ബാർ അല്ലേ. അപ്പോൾ y ബാർ കാൽക്കുലേറ്റ് ചെയ്യണം, x ബാർ കാൽക്കുലേറ്റ് ചെയ്യണം, by x കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ ഇത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം y ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ y/n അല്ലേ y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സിഗ്മ y/n അല്ലേ. സിഗ്മ y/n ആണ് വൈ ബാർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ സിഗ്മ y കിട്ടിയത് എത്രയാണ്, 29 അല്ലേ. 29 ഡിവൈഡഡ് ബൈ എത്ര വാല്യൂസ് വന്നിട്ടുണ്ട്, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അല്ലേ. വെരി ഗുഡ്, 5 ആണ്. അപ്പോൾ നമ്മൾ 29 ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 5.8 എന്ന് കിട്ടും. സോ വൈ ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വൈ ബാർ കിട്ടിയിട്ടുണ്ട്. വൈ ബാർ കിട്ടിയത് 5.8 എന്ന വൈ ബാർ കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എക്സ് ബാർ ആണ്. അപ്പോൾ നമുക്കിനി എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ബാറിൽ വരുന്ന വാല്യൂസ് നോക്കണേ. എക്സ് ബാറിൽ വരുന്നത് സിഗ്മ x/n ആണ്. സിഗ്മ എക്സ് എത്രയാണ് വന്നേ, 20 ആണല്ലേ വന്നേ. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 നമുക്ക് 4 കിട്ടി. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി, എക്സ് ബാർ കിട്ടി, വൈ ബാർ കിട്ടി. ഇവിടെ നമുക്ക് എക്സ് ബാർ കിട്ടിയത് എത്രയായിരുന്നു, വൈ ബാർ കിട്ടിയത് നമുക്ക് ഇവിടെ 5.8 കിട്ടി. ആൻഡ് എക്സ് ബാർ നമുക്ക് കിട്ടിയത് 4 കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് കാണേണ്ടത് by(x) ആണ്. അപ്പോൾ by(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം n × സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ ഈക്വൽ ടുൻ്റെ തൊട്ടടുത്തുള്ളത് ഏതാ മക്കളെ, എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് കൊടുക്കാം, n × സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ക്ലിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ വാല്യൂസൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ എത്ര n വരുന്നത് 5 ആണ് അല്ലേ. ഇവിടെ എത്ര n വരുന്നത് 5 ആണ്. അപ്പോൾ 5 × സിഗ്മ എക്സ് വൈ വരുന്നത് 131 ആയിരുന്നു. മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു സിഗ്മ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29. ഓക്കെ, ഇങ്ങനെ വരും. ഡിവൈഡഡ് ബൈ n ഇൻറ്റു, അതായത് 5 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 19 മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. സിഗ്മ എക്സിൻ്റെ സ്ക്വയർ എത്രയാണ്, 20 ആണ് അല്ലേ. 20ൻ്റെ സ്ക്വയറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 5 ഇൻറ്റു 131 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 655 എന്ന് കിട്ടും. ഓക്കെ, 655 എന്ന് കിട്ടും. ഈ 655ൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യുക, 20 ഇൻറ്റു 29 മൈനസ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ആൻസർ വരുന്നത് 580 വരും. ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 19. 5 ഇൻറ്റു 19 450 മൈനസ് നമുക്ക് എന്താ വരുന്നത്, 20ൻ്റെ സ്ക്വയർ 400 വരും. ഇനി 655 മൈനസ് 518 നമുക്ക് എന്ത് കിട്ടും, 75 കിട്ടും. അപ്പോൾ ഈ 75 ഡിവൈഡഡ് ബൈ 450 മൈനസ് 400 നമുക്ക് എത്ര വരുന്നത്, 50 വരും. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 50 നമുക്ക് എത്ര വരുന്നത്, 1.5 അല്ലേ. 1.5. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, എക്സ് ബാർ കിട്ടി, വൈ ബാർ കിട്ടി. നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനുള്ള എല്ലാ വാല്യൂസും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ജസ്റ്റ് ഇക്വേഷനിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ y/x ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. y - y ബാർ = by(x) × x - x ബാർ ആണല്ലേ. x - x ബാർ ആണ്. y - y ബാർ = by(x) × x - x ബാർ ആണ്. ഇവിടെ y - y ബാർ നമുക്ക് കിട്ടിയത് 5.8 ആയിരുന്നു. ഈക്വൽ ടു, ഓക്കെ, ഈക്വൽ ടു നമുക്ക് കിട്ടിയതോ by(x). by(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് മക്കളെ വന്നത്,
BY(x) നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 1.5 ആണ്. അതേ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് 4 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യണം നോക്കൂ. y മൈനസ് 5.8 ഈക്വൽ ടു, ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1.5 ഇൻറ്റു എക്സും കാൽക്കുലേറ്റ് ചെയ്യുക. 1.5 ഇൻറ്റു മൈനസിൽ ഇവിടെ സൈൻ ഉണ്ട് അല്ലേ, അപ്പോൾ 1.5 ഇൻറ്റു -4ഉം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 1.5 ഇൻറ്റു എക്സ് നമുക്ക് എത്ര കിട്ടും? 1.5 എക്സ് കിട്ടും അല്ലേ, 1.5 എക്സ് കിട്ടും. ഇനിയോ 1.5 ഇൻറ്റു -4 നമ്മൾ ചെയ്യുക. 1.5 ഇൻറ്റു -4 നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് -6 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയ y മൈനസ് 5.8 ഈക്വൽ ടു 1.5 എക്സ് മൈനസ് 6 എന്ന് കിട്ടിയില്ലേ. ഇനി നമ്മൾ അഗെയിൻ ഇത് സോൾവ് ചെയ്യുക. y ഈക്വൽ ടു നമ്മൾ ഈ -5.8 ഉണ്ടല്ലോ, -5.8നെ ഈക്വൽ ടുടെ ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതെന്താവും? +5.8 ആവും അല്ലേ. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് y ഈക്വൽ ടു 1.5 എക്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? -6 ഇതിനെന്ത് ചെയ്യണം? നമ്മൾ ഈക്വൽ ടുടെ ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ +5.8 എന്ന് കിട്ടൂലേ, +5.8 എന്ന് കിട്ടും. എന്താ ഇവിടെ -5.8 ആയിരുന്നു, നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്ന സമയത്ത് എന്തായി മാറി? +5.8 ആയി മാറി. ഇനി ഇത് എഗെയിൻ സോൾവ് ചെയ്യുക. അതെങ്ങനെ സോൾവ് ചെയ്യും? y ഈക്വൽ ടു 1.5 എക്സ് നമ്മൾ അങ്ങനെ എഴുതി. ഇനി -6 + 5.8 അവിടെ ഉണ്ട് അല്ലേ, -6 + 5.8 ഇവിടെ ഉണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യുക. -6 + 5.8 ചെയ്യുന്ന സമയത്ത് നമുക്ക് -0.2 എന്ന് കിട്ടും. -0.2 എന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ y(x) നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ y(x)ൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ y മൈനസ് y ബാർ ഈക്വൽ ടു BY(x) ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. അതിൽ നമ്മൾ y ബാർ കാൽക്കുലേറ്റ് ചെയ്യണം, BY(x) കാൽക്കുലേറ്റ് ചെയ്യണം, ആൻഡ് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. ആ വാല്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതാത് പൊസിഷനിൽ നമ്മൾ അതാത് വാല്യൂസിനെ കൊടുക്കുക. അതായത് y മൈനസ് y ബാറിൻ്റെ വാല്യൂ 5.8 കിട്ടി. ആൻഡ് BY(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 1.5 ആണ്. ഇനി എക്സ് ബാറിൻ്റെ വാല്യൂ നമ്മൾ 4 കൊടുത്തു. അങ്ങനെ നമ്മൾ ആ വാല്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക? y മൈനസ് 5.8 ഈക്വൽ ടു ഇത് സോൾവ് ചെയ്യുക. അപ്പോൾ 1.5 ഇൻറ്റു എക്സ് ആൻഡ് 1.5 ഇൻറ്റു -4 നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1.5 എക്സ് മൈനസ് 6 എന്ന് കിട്ടി. ദെൻ നമ്മൾ അഗെയിൻ y ഈക്വൽ ടു 1.5 എക്സ് -6 ഈ -5.8നെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് കിട്ടിയത് എന്താ? +5.8 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ +5.8 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്ത സമയത്ത് അതായത് y ഇൻറ്റു 1.5 എക്സ് അവിടെ നിൽക്കട്ടെ, അത് പിന്നെ -6 + 5.8 അല്ലേ, -6 + 5.8 ചെയ്ത സമയത്ത് നമുക്ക് എത്ര കിട്ടി? 0.2 കിട്ടി. -0.2 ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ലാസ്റ്റ് വന്നത് y ഈക്വൽ ടു 1.5 എക്സ് മൈനസ് 0.2 എന്നായി നമ്മുടെ ഇക്വേഷൻ. ഇത് ചില സമയത്ത് നമ്മളോട് ക്വസ്റ്റ്യനിൽ തരും, എക്സിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എക്സിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നത് ഒരു 2 ആണെന്ന് കരുതുക. എക്സിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നത് 2 ആണ് എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും y എത്ര എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട് ചില സമയത്ത്. ഇതാണ് ഇതിൻ്റെ ഒരു ഇലോബറേറ്റഡ് വേർഷൻ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതണം, y ഈക്വൽ ടു ഈ എക്സിൻ്റെ വാല്യൂ ഈ എക്സിൻ്റെ പൊസിഷനിലാണ് കൊടുക്കുക. ഓക്കെ, എക്സിൻ്റെ വാല്യൂ എക്സിൻ്റെ പൊസിഷനിൽ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വരിക? y ഈക്വൽ ടു 1.5 ഇൻറ്റു 2 എന്നവിടെ വരും, -0.2 എന്ന് വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും. അതെങ്ങനെയാണ് കിട്ടുക? y ഈക്വൽ ടു 1.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും അല്ലേ. ഇനി 3 -0.2 അല്ലേ, 3 -0.2 ചെയ്യുന്ന സമയത്ത് നമുക്ക് 2.8 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ നമുക്ക് വന്നത് 2.8 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്നൊരു വാല്യൂ ഏതായിരുന്നു? എക്സിൻ്റെ വാല്യൂ 2 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ അറിയാം, പക്ഷേ വൈയുടെ വാല്യൂ അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഈ അറിയുന്ന എക്സിൻ്റെ വാല്യൂ വെച്ച് ഈ വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അത് തന്നെയാണ് റിഗ്രഷൻ. ക്ലിയർ അല്ലേ?